RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ല എന്ന സ്പീക്കർ AN ഷംസീറിന്റെ നിലപാടിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും ആ സ്ഥാനത്തിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുമാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രതികരണം. ഇടതുമുന്നണി നയത്തിന് തന്നെ എതിരായ പ്രസ്താവനയാണ് സ്പീക്കർ നടത്തിയത് എന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഒരിക്കലും നിയമസഭാ സ്പീക്കർ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം രാജ്യത്ത് BJP RSS വളർന്നു വന്നാലുണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് CPIM-ൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള സുന്ദരയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് വർഗീയ ഫാസിസം ഇല്ലാതാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് BJP RSS വലിയ സംഘടനയെന്ന സ്പീക്കറുടെ അഭിപ്രായം തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പൂർണ്ണമായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നു. ഒരു കാരണവശാലും സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിഖിൽ പ്രവേശ് ചേർന്നു പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്തൊക്കെയാണ് ചിറ്റയം പറഞ്ഞത്? ചിറ്റയം ഗോപകുമാർ സ്പീക്കർ AN ഷംസീറിന്റെ നിലപാടിനെ പൂർണ്ണമായി തള്ളുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി. RSS രാജ്യത്ത് ഒരു വലിയ സംഘടനയാണ് എന്നുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട്, അതായത് നിയമസഭാ സ്പീക്കർ എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് യാതൊരു കാരണവശാലും പറയാൻ പാടില്ലാത്തൊരു പ്രസ്താവനയായിരുന്നു ഇത്. ഇടതുമുന്നണി നയത്തിന് തന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും പാർട്ടിയുടെ അഭിപ്രായവും ഇത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ CPM തന്നെ ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. ചില MLA-മാരൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിനർത്ഥം അവരുടെ പാർട്ടിക്ക് തന്നെ അക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, വ്യത്യാസമുണ്ട്. അതായത് ഒരിക്കലും ഷംസീർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ADGP ആർക്കു വേണ്ടി ഈ RSS നേതാക്കളെ കണ്ടു എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് നമുക്ക് നൽകിയ പ്രതികരണത്തിന്റെ രണ്ടാം ഭാഗത്ത് അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ADGP ഇത്തരത്തിൽ സ്വകാര്യ വാഹനത്തിൽ ഈ RSS നേതാക്കളെ കണ്ടത്? അതിന് ആരെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും മൗന അനുവാദത്തോടു കൂടിയാണോ ഇത്തരത്തിൽ ADGP RSS നേതാക്കളെ കണ്ടത്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഷംസീറിനെ പൂർണ്ണമായി തള്ളുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വേണു. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.